പിന്നെ ഇതിൽ നമ്മളെ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു. അത് ഇതിൻ്റെ ഒരു മർമ്മം അതിലുണ്ട്. അതിൻ്റെ മർമ്മം ഞാനത് വായിക്കണം നല്ലത് തോന്നുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, സംഘ് പരിവാർ നട്ടു വളർത്തിയ വിദ്വേഷത്തിൻ്റെ വിഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ചീറ്റിയത്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ കോടതി മുറിയിൽ നടന്ന അക്രമശ്രമത്തെ ശക്തമായി അപലപിക്കുന്നു. സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് ഒരു അഭിഭാഷക വേഷധാരി എറിയാനാഞ്ഞത് എന്നാണ് റിപ്പോർട്ട്. നിലതെറ്റിയ വ്യക്തിയുടെ വികാരപ്രകടനമായി ഈ അക്രമത്തെ ചുരുക്കി കാണാൻ കഴിയില്ല. സംഘ് പരിവാറിൻ്റെ വിഷലിപ്തമായ വർഗീയ പ്രചരണമാണ് അപകടകരമായ ഈ മാനസിക നിലയിലേക്ക് വ്യക്തികളെ കൊണ്ടെത്തിക്കുന്നത്. വെറുപ്പും അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പരമോന്നത കോടതിക്കകത്ത് പോലും ഉണ്ടാകുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ. RSSും അതിൻ്റെ പരിവാരവും 100 വർഷം കൊണ്ട് സൃഷ്ടിച്ചു വെച്ച അസഹിഷ്ണുതയാണ് ഇതിൻ്റെ ഇന്ധനം. മഹാത്മാഗാന്ധിക്ക് നേരെ നിറയൊഴിക്കാൻ മടിച്ചിട്ടില്ലാത്ത വർഗീയ ഭ്രാന്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പെട്ട അക്രമ സംഭവമോ സമനില തെറ്റിയ വ്യക്തിയുടെ വിക്രിയയോ ആയി ഇതിനെ നിസ്സാരവൽക്കരിക്കാനാവില്ല. സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന അക്രമോത്സുക്തമായ രാഷ്ട്രീയത്തെ തന്നെയാണ് പരിശോധിക്കേണ്ടതെന്ന് തുറന്നു കാട്ടുന്നു. വളരെ അന്തസത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മനോനിലയായിട്ട് കാണാൻ പാടില്ല. ഇവരിത്രയും കാലം ഇവിടെ ഉണ്ടാക്കിയ ആ വിദ്വേഷവും വെറുപ്പിൻ്റെയും ഒരു പ്രസരണമാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഒരു ആളിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവിക ബഹിർസ്ഫുരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ആർക്ക് നേരെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു പ്രശംസ പത്രം നൽകുകയാണ്. പക്ഷെ അതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വിദ്വേഷം അപരമത വിദ്വേഷമാണല്ലോ, വർഗീയതയാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത്. ഇതിവിടെ കേരളത്തിൽ വെള്ളാപ്പള്ളിയെപ്പോലെയുള്ള ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വർഗീയതയാണ് എന്ന് മൂക്ക് കീഴ്പോട്ടായ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ ആവർത്തിച്ച് അദ്ദേഹത്തെ ഷാള് പുതപ്പിക്കുകയും കാറിൽ കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തുകയും ചെയ്യുന്നതും ഇത് രണ്ടും തമ്മിൽ വളരെ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന ആ വൈരുദ്ധ്യം എങ്ങനെ വിശദീകരിക്കണം എന്ന് എനിക്കറിയില്ല.